തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. വിലക്കയറ്റം അത് ബീഫ് വിപണിയെ കാര്യമായി തിരുവനന്തപുരത്ത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തിൽ കിലോയ്ക്ക് 20 രൂപയാണ് ബീഫിന് വർദ്ധിച്ചത്. ഇന്ധനവില വർധനയ്ക്ക് പുറമെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും അനധികൃത പിരിവുകൾ കൂടി വ്യാപാരികളെ വലയ്ക്കുന്നുണ്ട്. അതാണ് കാര്യം. തിരുവനന്തപുരത്ത് വലിയ തിരക്കുള്ള പേട്ട മാർക്കറ്റിലാണുള്ളത്. പേട്ടയിൽ ഞായറാഴ്ച വലിയ തോതിൽ ബീഫിന്റെ കച്ചവടം നടക്കാറുണ്ട്. എല്ലാ ദിവസവും ബീഫ് വിൽപ്പന നടക്കുന്ന ഇടമാണ്. അവധി ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വിൽപ്പന നടക്കുന്ന സ്ഥലമാണ്. നിരവധി സ്റ്റോളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വിലക്കയറ്റത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബീഫിനും വില കൂടിയിട്ടുണ്ട്. കിലോയ്ക്ക് 20 രൂപ വരെയാണ് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ബീഫിന് കൂടി വില ഒരല്പം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പം കന്നുകാലിക്കൊക്കെ ഭയങ്കര വിലയാണ്. അത് കാരണം ഇപ്പം ഞങ്ങൾ വില കൂട്ടാൻ വേണ്ടി നിർബന്ധിതമായേക്കാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വെച്ച് നമ്മൾ കൊണ്ടുവരുന്ന ലോറിക്കാരെല്ലാം ഭയങ്കര ഫീസാണ് ഈടാക്കുന്നത്. അതും പ്രകാരം ഇപ്പം കൂടിയിരിക്കുന്നു. പക്ഷേ ഇതല്ല, ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. കാര്യം മാർക്കറ്റ് അത്രത്തോളം വില കയറ്റത്തിലാണ്. അത് ഓരോ ആഴ്ചയും ഞങ്ങൾ കന്നാലി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അത് നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നതാണ്. അത് കാരണം ഇനിയും ഒരു കൂടലൂടെ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുവിൽ മാർക്കറ്റിൽ പച്ചക്കറിക്ക് എല്ലാം പൊതുവിൽ മാർക്കറ്റ് കൂടിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കയറപ്പോഴത്തേക്ക് അതിനനുപാതികമായിട്ട് വണ്ടിക്കാർ വാടക കൂട്ടുകയും അത് ഞങ്ങളെ നേരിട്ട് ഞങ്ങൾക്ക് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. പൈസ വാങ്ങാണ്. അപ്പോൾ ഈ നിലയ്ക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു വിൽപ്പനയുടെ കാര്യം പറയുന്നത്. 380 രൂപയായിരുന്നു കിലോയ്ക്ക് ഉണ്ടായിരുന്നത്. അത് 20 രൂപ വർദ്ധിച്ച് കിലോയ്ക്ക് 400 രൂപ ആയിരിക്കുന്നു. ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെ ഇവിടെ നിന്ന് വലിയ തോതിൽ ബീഫ് കൊണ്ടുപോകുന്നുണ്ട്. ഹോട്ടലുകളിൽ പാകം ചെയ്യുന്നതിനുൾപ്പെടെ ഈ വീട്ടുകാർ വാങ്ങുന്നതിനപ്പുറം ഹോട്ടലുകാരും വാങ്ങുന്നുണ്ട്. ഹോട്ടലുകാർക്കും കൊടുക്കുന്നുണ്ട്. അവർക്ക് ചെറിയൊരു റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. അത് ഡെയിലി വാങ്ങുന്നത് കൊണ്ടുള്ള റെഡ്യൂസാണ്. എന്നിട്ട് അവർക്കും കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ നിലയ്ക്കാണ് വില വർധന, പൊതുവിൽ മാർക്കറ്റിലുള്ള വില വർധന അത് ബീഫ് വിപണിയിലും എത്തിയിരിക്കുന്നു എന്ന ഒരു കാഴ്ച തന്നെയാണ്. 7ഓളം സ്റ്റാളുകൾ ഇവിടെ മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ കച്ചവടക്കാർ അവർ ഇവിടെ ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ്. പൊതുവിൽ ഈ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ആടുമാടുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വനിതാ വിൽപ്പനക്കാരി കൂടിയുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഈ ഒരു വിലവർദ്ധനയുടെ ഒരു സാഹചര്യം ഒരല്പം വില കൂടിയിട്ടുണ്ട്. എത്ര രൂപയാണ് കൂട്ടിയത്? 20 രൂപ കൂട്ടിയിട്ടുണ്ട്. 400 രൂപ, 380, 400, പോത്ത് 440. സാധനം കിട്ടാനില്ല. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നാണോ ഇത്? ഇവിടുത്തെ കുടിയൊന്നും വാങ്ങിക്കുന്നുണ്ട്. എവിടെ ഉള്ള എല്ലാം വാങ്ങിക്കുന്നു. ഇനിയും ഒരു പക്ഷേ കൂടാൻ സാധ്യത ഉണ്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വനിതാ ദിനത്തിൽ വാർത്ത ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടെ ബീഫ് വെട്ടുന്ന വനിതയാണ്. നമ്മൾ വനിതാ ദിനത്തിൽ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയമാണ്, അദ്ദേഹത്തിന് സുഖമില്ലായിരുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയില്ലേ? 42 ദിവസമായി. അന്ന് ഈ അദ്ദേഹത്തിന് ഈ പക്ഷാഘാതം ബാധിച്ച് സ്ട്രോക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നിങ്ങളത് ഓർക്കുന്നു? അന്ന് വന്ന കാര്യം ഓർക്കുന്നുണ്ട്. അതിപ്പോഴും എന്റെ ഫോണിലുണ്ട്. അതുതന്നെ ചേട്ടൻ പേട്ട മാർക്കറ്റിൽ ഇറച്ചി വെട്ടുന്ന ഒരു വനിതയാണ്. അന്ന് പക്ഷാഘാതം വന്ന് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വനിതാ ദിനത്തിന് വാർത്ത ചെയ്യുമ്പോൾ അന്നത്തെ ജീവിത സാഹചര്യമെല്ലാം പറഞ്ഞതാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇപ്പോഴും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്. കൃത്യമായി പറയുമ്പോൾ ഈ ആടുമാടുകളെ കിട്ടാത്ത ഒരു സാഹചര്യം അത് തന്നെയാണ് പൊതുവിൽ പറയുന്നത്. നമുക്ക് കർണാടകയിൽ നിന്ന് മാത്രമാണോ വരുന്നത്, അതോ തമിഴ്നാട്ടിൽ നിന്ന്? ഞങ്ങൾ നേരിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് എടുക്കുക. കർണാടകയിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതൊക്കെ ഭയങ്കര ബസ് ഫീസ്, വണ്ടി ചാർജും മറ്റൊക്കെ ആവണോണ്ട് നമ്മൾ കർണാടകത്തിലൊന്നും പോകാറില്ല. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് എടുക്കുന്നത്. തമിഴ്നാട്ടിൽ ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്. തമിഴ്നാട്ടിൽ മാട് കുറഞ്ഞു വരികയാണ്. മുമ്പാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടം തൊട്ട് വന്ന് തമിഴ്നാട് വഴി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പം കർണാടകയിൽ നിന്ന് മാട് കൊണ്ടുവരാനായിട്ട് അനുവദിക്കാത്തത് കാരണം അതൊരു വലിയ പ്രശ്നമായിട്ടാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തന്നതിൽ ഈ കർണാടകയിൽ നിന്ന് മാടുകളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഈ ഗുണ്ടാ സംഘങ്ങൾ തടഞ്ഞു നിർത്തി പൈസ അതെന്ന് പറയുന്നത് നമ്മൾ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്നതാണ്. ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് വടക്കേ അറ്റത്തുള്ളത് അവർക്ക് കർണാടകത്തിൽ പോകാൻ എളുപ്പമാണ്.
അത് കാരണമാണ് അവർ പിന്നെ ഇവിടെ കർണാടകത്തിൽ പോയി മാടെടുക്കുന്നത്. നമ്മളെപ്പോലുള്ളവർക്ക് നമുക്ക് ഏറ്റവും അടുത്ത് പോകാൻ പറ്റുന്നത് തമിഴ്നാടിൻ്റെ ഒരു പിരിവുണ്ടോ ഇങ്ങനെ അത് അവിടെ ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഗുണ്ടാ സംഘങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം പറയണമെന്ന് പറയും. പക്ഷേ RSSന് അല്ലെ BJPയുടെ ചില സംഘടനകളാണ് ഈ ഗോശാലകളെന്നും പറഞ്ഞുകൊണ്ട് ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ കന്നുകാലി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് വരുന്ന കന്നുകാലിയെ വണ്ടിയോടുകൂടി അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ അത് നമുക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ കോടതി മുഖാന്തരമേ പറ്റൂ. അത് കോടതി മുഖാന്തരം പറ്റുമെന്ന് പറഞ്ഞാൽ ഇന്ന് പിടിക്കുന്ന കന്നുകാലി കിട്ടാൻ മിനിമം 3 മാസമെങ്കിലും എടുക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അതിൽ ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും ആരോടും പറയാനോ പരാതിപ്പെടാനോ ഉള്ള സാഹചര്യമില്ല. തമിഴ്നാട്ടിൽ പോയാൽ അവിടെ വേറൊരു ലെവലാണ്. അവിടെ എല്ലാം ഇതെന്ന് പറയുന്നത് പോലീസിൻ്റെതായ രീതിയിൽ ചോദിക്കും. അവർ കിട്ടിയില്ലെങ്കിൽ വണ്ടിക്കാർ ഉപദ്രവിക്കും. അപ്പം ഞങ്ങൾ ഇത് നടത്തിപ്പുകാരെന്ന് പറയുന്നത് ഞങ്ങൾ കാറിൽ പോവും, അവിടെ പോയി മാട് വാങ്ങും, തിരിച്ചു വരും. പക്ഷെ ഞങ്ങളുടെ കൂലിക്കാർ, അതായത് നമുക്ക് വേണ്ടി മാട് സ്ഥിരമായി കൊണ്ടുവരുന്നവരാണ് ഈ ഉപദ്രവമൊക്കെ ഏൽക്കുന്നത്. അപ്പോൾ അവരെയാണ് ഉപദ്രവിക്കുന്നത്, ലോറിക്കാരെ ഉപദ്രവിക്കുന്നത്. അതൊക്കെയാണ് പോലീസുകാർ ചെയ്യുന്നത്. അതുപോലെ ഈ മാട് മൊത്തത്തിൽ ഇവർ പിടിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാടൊന്നിന് ജാമ്യം, വണ്ടിക്കാർക്ക് ജാമ്യം, വണ്ടിക്ക് ജാമ്യം, അങ്ങനെ പല നടപടികളുണ്ട്. അതൊക്കെ ലക്ഷങ്ങളുടെ ചെലവും ഞങ്ങൾ ഈ കച്ചവടത്തിന്റെ ഇടയിൽ ഇവിടുന്ന് ഡെയിലി അവിടെ പോവേണ്ട സംവിധാനമാണ് വരുന്നത്. കൈക്കൂലി, ഇത്തരത്തിൽ പിരിവ്, ഇതെല്ലാം കൊടുത്ത് വലിയ പ്രതിസന്ധി. ഇതെല്ലാം ഇന്നലെയുള്ള അല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇവിടെയെന്നല്ല, തമിഴ്നാട്ടിലാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾ വരുന്നത്. ഈ നിലയ്ക്കാണ്, അതായത് ഈ ഇന്ധന വില കയറ്റത്തിന് പുറമെ ഇത്തരത്തിലുള്ള പിരിവുകൾ, ഇതെല്ലാം തന്നെ വ്യാപാരികളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ഇടപെടൽ, ഒരുപക്ഷെ ഈ അന്തർ സംസ്ഥാന ചർച്ചകൾ തന്നെ ഈ ഇറച്ചി വ്യാപാരവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലങ്ങളിൽ നടക്കേണ്ടതുണ്ട്. വിവിധ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ തങ്ങളിൽ സംസാരിച്ച് ഇക്കാര്യങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി ഒഴിവാക്കിയാൽ അതിന്റെ ഗുണം ലഭിക്കുന്നത് പൊതുജനങ്ങൾക്കായിരിക്കും. സി വിനോദിനൊപ്പം BB വിനോദ്, News 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഒരു ബീഫ് സ്റ്റോൾ